നമസ്കാരം. ഭാര്യയുടെ മരണശേഷം മകളെ പരിചരിക്കാനായി പിതാവ് ജോലിക്കാരെ ഏർപ്പാടാക്കുന്നു. ഒടുവിൽ അവരുടെ തടവിൽ കഴിഞ്ഞ് മരണം. മകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ജോലിക്കാർ രക്ഷപ്പെടുത്തുമ്പോൾ എല്ലും തോലുമായ അവസ്ഥ. പഴയ സിനിമാ കഥയെന്ന് തോന്നിയെങ്കിൽ തെറ്റി. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഒരു വീട്ടിൽ സംഭവിച്ചതാണ് ഇതെല്ലാം. റെയിൽവേയിൽ നിന്ന് സീനിയർ ക്ലർക്കായി വിരമിച്ച 70-കാരനായ ഓം പ്രകാശ് സിംഗ് റാത്തോഡും അദ്ദേഹത്തിന്റെ മകൾ രശ്മിയുമാണ് ഈ ക്രൂരതയ്ക്കിരയായത്. 2016-ൽ ഭാര്യയുടെ മരണശേഷം ഒറ്റപ്പെട്ട ഓം പ്രകാശിനെയും മകളെയും നോക്കാനാണ് രാംപ്രകാശ് കുശ്വാഹ, ഭാര്യ രാംദേവി എന്നിവരെ ജോലിക്കായി നിയമിച്ചത്. എന്നാൽ ഈ ദമ്പതികൾ വീട് കൈയടക്കുകയും ഇരുവരെ മുറിക്കുള്ളിൽ പൂട്ടിയിടുകയുമായിരുന്നുവെന്നാണ് പരാതി. ഓം പ്രകാശ് സിംഗ് റാത്തോഡ് മരണപ്പെട്ടതോടെയാണ് ഈ ക്രൂരത പുറം ലോകമറിഞ്ഞത്. 27-കാരിയായ മകൾ രശ്മിയെ കണ്ടെത്തുമ്പോൾ മകൾ എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു. പരിചാരകർ വീടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഓം പ്രകാശിനെ രശ്മിയെ താഴത്തെ മുറികളിൽ പൂട്ടിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. തുടർന്ന് അവർ മുകൾ നിലയിൽ സുഖമായി താമസിക്കുകയായിരുന്നു. ഓം പ്രകാശിനെ രശ്മിക്കും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ബന്ധുക്കൾ സന്ദർശിക്കാൻ വരുമ്പോഴെല്ലാം ഓം പ്രകാശ് ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. ഒന്നെങ്കിൽ അദ്ദേഹം ഉറക്കമാണ്, അല്ലെങ്കിൽ ആരെയും കാണാൻ താല്പര്യമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഓം പ്രകാശിന്റെ പെൻഷൻ പണവും ഇവർ കൈക്കലാക്കിയിരുന്നതായി സംശയമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഓം പ്രകാശ് മരണപ്പെട്ടുവെന്ന വാർത്തയെ തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ചകൾ കണ്ടത്. ഓം പ്രകാശിന്റെ ശരീരം അങ്ങേയറ്റം മെലിഞ്ഞ എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു. ഇരുണ്ട മുറിയിൽ നഗ്നമായ നിലയിൽ കണ്ടെത്തിയ രശ്മിയുടെ അവസ്ഥയും അസ്ഥികൂടത്തിന് സമാനമായിരുന്നു. മകൾ രശ്മിയെ ഇരുട്ടുമുറിയിൽ വസ്ത്രങ്ങളില്ലാത്ത അവസ്ഥയിലാണ് കണ്ടെത്തിയത്. പട്ടിണി മൂലം 27-കാരിയായ മകൾ ഒരു 80-കാരിയെ പോലെയാണ് കാണപ്പെട്ടതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഓം പ്രകാശ് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഏറ്റെടുത്തു. മകൾ നിലവിൽ ബന്ധുക്കളുടെ സംരക്ഷണയിൽ ചികിത്സയിലാണ്. കുറ്റക്കാരായ ദമ്പതികൾക്കെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കണമെന്ന് കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.